എന്തായാലും ഇത് അവസാനിപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചർച്ചകൾ ഉണ്ടാവരുത് എന്ന് ആസിഫ് അലി തന്നെ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ സമൂഹവും ഈ ചാപ്റ്റർ അടയ്ക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? നിർഭാഗ്യവശാൽ അങ്ങനെ വിചാരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല അഭിലാഷ്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഈ സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനവൻ്റെ ഉള്ളിലെ മനോവൈകൃതം വേറെ മതക്കാരോടോ ജാതിക്കാരോടോ ഭാഷക്കാരോടോ പാർട്ടിക്കാരോടോ ഒക്കെ ഉള്ള വെറുപ്പ് ആവിഷ്കരിക്കാനാണ് പലരും ഫേസ്ബുക്കിലും വാട്സപ്പിലും കമൻ്റ് ഇടുന്നത് തന്നെ. അവരുടെ കമൻറ്റിൻ്റെ അവരുടെ ദൗത്യം അവരുടെ ഈ കയ്പ് പുറത്തേക്ക് തുപ്പിക്കളയെന്നുള്ള. അതിന് നിയമ നടപടിയിൽ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ അത് ആവർത്തിക്കുകയാണ്, അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഒരാൾക്ക് ഒരു അക്കൗണ്ടേ പാടുള്ളൂ, അത് അയാളുടെ സ്വന്തം പേരിലാവണം. അതിന് നമുക്ക് വാട്സപ്പിൻ്റെ ലൈസൻസിനോടോ പാസ്പോർട്ടിനോടോ ഇലക്ട്രോണിക് കാർഡിനോടോ ആധാർ കാർഡിനോടോ റേഷൻ കാർഡിനോടോ ഒക്കെ ബന്ധിപ്പിച്ചാൽ കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇങ്ങനെ പറയില്ല. കാരണം ഇസ്ലാമിനെതിരായിട്ട് ഹിന്ദുക്കൾ വർത്തമാനം പറയുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഹിന്ദു പേരിൽ ഒരു മുസ്ലിം വന്ന് വർത്തമാനം പറയാം. അതുപോലെ ഹിന്ദുക്കൾക്കെതിരായിട്ട് മുസ്ലിങ്ങൾ വലുതും ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു മുസ്ലിം പേരിൽ ഒരു ഹിന്ദു വന്നിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ പേരിൽ വരെ തോന്നിയാസം പറയാം. ഇങ്ങനെ ഇതൊക്കെ ഒളിത്താവളങ്ങളാണ്, ഒളിയിടങ്ങളാണ്. ആ ഒളിത്താവളം ഇല്ലാതെ ആയാൽ മാത്രമേ നമ്മുടെ സോഷ്യൽ മീഡിയ ക്രിയാത്മകമായി പോസിറ്റീവായിട്ട് പെരുമാറുകയുള്ളൂ. പിന്നെ ഇവിടെ നടപടി വരുന്നില്ല എന്നുള്ളത് വളരെ ആവർത്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് പോലും നടപടിയെടുക്കാൻ ആരാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് ഈ ഐഡി ഉണ്ടാക്കുമ്പോൾ തന്നെ അതിനൊരു മുൻകരുതൽ എടുക്കണം. മറ്റെന്തെല്ലാം കാര്യത്തിൽ നമ്മൾ മുൻകരുതൽ എടുക്കുന്നു. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ കടലാസുകൾ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആധാർ കാർഡിനോട് ബന്ധിപ്പിക്കണമെന്നു ഇതുപോലെ പറഞ്ഞാൽ പോരെ. നമ്മുടെ ഫേസ്ബുക്കിലെ വാട്സപ്പിലെ എന്തായാലും നമ്മുടെ സാമൂഹിക വ്യവഹാരങ്ങൾ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും എന്ന കൺക്ലൂഷനിൽ നമുക്ക് അവസാനിപ്പിക്കാം.